അഖിൽ മാരാറിന്റെ ഒരു പ്രസ്താവനയുണ്ട്. സായി കൃഷ്ണ അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആളാണെന്ന്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആളാണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ആ ചാനലിലെ തമ്മിൽ അത് വെക്കില്ലായിരുന്നു. 33 മിനിറ്റും 44 സെക്കൻഡും ഉള്ള ഒരു വീഡിയോയില് 3-4 മിനിറ്റ് മാത്രമേ ഇതിന്റെ പോർഷനുള്ളൂ. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാഗ്, ആ ഒരു ടൈറ്റിൽ, ഇതൊക്കെ അവരെന്തിനു വെച്ചു? അതൊരു ചോദ്യമാണ്. ഈ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അഖില് പോയിരുന്ന ഇന്റർവ്യൂല് പൃഥ്വിരാജിനെ കുറിച്ചും കുറെ ആൾക്കാരെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ആ ഇന്റർവ്യൂല് ആ ഇന്റർവ്യൂല് എന്തിനാ എന്നെ കുറിച്ച് ചോദിച്ചേ? മനസ്സിലായോ? അപ്പൊ അങ്ങേര് പോയിരുന്ന ഒരു ഇന്റർവ്യൂല് ആ വ്യക്തിയോട് ചോദിക്കുന്നത് സീക്രട്ട് ഏജന്റിനെ കുറിച്ചിട്ടാണ്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ ചോദ്യം അവിടെ വരില്ല. പിന്നെന്ന് പറഞ്ഞാൽ അഖിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ അഖിൽ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. എന്നോട് എടാ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു എന്ന്. അത് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും കാണുന്ന സമയത്ത് സംസാരിക്കാറുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു ഹെൽത്തി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? പിന്നല്ലേ, ഈ ഇന്റർവ്യൂ വരുന്നതിന്റെ തലേ ദിവസം എന്നോട് പറയണ്ടേ ആളിയാ ഒരു ഇന്റർവ്യൂ വരാനുണ്ട്. അപ്പൊ പിന്നെ അവിടെ ചെന്നിട്ട് നമ്മളെ പേഴ്സണലി അറിയുന്ന ഒരാളെ ചെന്നിട്ട് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാളാണെന്നൊക്കെ അത് ഞാനിപ്പോ തുറന്നു പറയാൻ മടി കാണിക്കുന്നില്ല. ഓക്കെ, ഞാൻ ക്യാമറ ഓണാക്കി പല കണ്ടന്റിലും സംസാരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചില വാക്കുകളും ചില ബോഡി ലാംഗ്വേജും ഒക്കെ അഡാപ്റ്റ് ചെയ്യാറുണ്ട്. അത് ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ ആളുകളിലേക്ക് ഒക്കെ അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതേ പറയുന്ന വ്യക്തികൾ പേഴ്സണൽ ലൈഫിൽ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെയല്ല, വളരെ വ്യത്യാസമുണ്ട്. അപ്പം ഞാനത് തുറന്ന് കാണിച്ചു. കാരണം എനിക്ക് ആ ഡിഫറൻസ് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് എൻ്റെ വാശിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇപ്പോൾ സംസാരിക്കും. ഈ ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്തായി? ഞാൻ വളരെ നോർമൽ അനൂർ ഞാൻ പറ ഈ രീതിയായിരിക്കും. അപ്പോൾ ഈ സംഗതി ആളുകളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പലരും ക്യാമറ ഓൺ ആക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു എക്സ്ട്രാ ആറ്റിറ്റ്യൂഡ് പോട്ടെ, എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് ഇടും. ആ ഇടുന്നതിന്റെ വള്ളി പിടിച്ച് ഞാൻ ഇനി പോവാൻ താല്പര്യമില്ല എനിക്ക്. കാരണം എനിക്ക് പേഴ്സണലി അങ്ങേരോട് ഒന്നുമില്ല. അഖിൽ എന്ന് പറഞ്ഞ വ്യക്തി എന്നോടും വളരെ ഓക്കെയാണ്, ഞാനും അഖിലിനോട് വളരെ ഓക്കെയാണ്. പിന്നെ എന്തിനാ ആളിങ്ങനെ ഒരു ഇത് ഇടുന്നത്? നമ്മളിങ്ങനെ ചൊറിയുന്ന പോലെ ഒരു ഫീൽ കിട്ടുന്നുണ്ടല്ലോ. മേ ബി അതെന്താ അറിയോ, ഇവർക്കൊക്കെ ഒരു ക്രൗഡ് ഉണ്ടാവും, സർട്ടൻ ക്രൗഡ്. ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, അഖിലിനെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. ഇപ്പം നിങ്ങൾ എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചിട്ട് പറയണേ, അവൻ മരമണ്ടൻ, അവന് സ്റ്റാൻഡില്ല, അവൻ ഇന്ന രാഷ്ട്രീയം പറയും, ഇപ്പുറത്ത് വേറെ രാഷ്ട്രീയം പറയും. അപ്പം അവനാണോ സ്റ്റാൻഡ്, ഇവനാണോ ഇന്നെ പറഞ്ഞെന്നുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ഇപ്പോൾ ചോദിച്ചാൽ അത് ഇൻഡയറക്ട്ലി ചോദിച്ചതാണോ? അല്ല, ഇത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ കാര്യം. അതായത് ഞങ്ങൾ ആ ഒരു സീൻ ഉണ്ടായ സമയത്തൊക്കെ ഞാൻ പറഞ്ഞുള്ള കാര്യം. അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇതെടുത്തു കൊണ്ടുപോയിട്ട് ഈ എന്നെ ഇഷ്ടപ്പെടുന്നവർ, മാരാരെ വെറുക്കുന്നവർ, സീക്രട്ട് ഏജന്റ് മാരാരെ ഇങ്ങനെ പറഞ്ഞു, ഇത് അവരെടുത്തു കൊണ്ടുപോകും. അപ്പം മാരാര് വന്ന് പറയുമ്പോൾ മേ ബി ആ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാനോ സന്തോഷിപ്പിക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ എന്തെങ്കിലും ഇത് അങ്ങനെയും ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഞാൻ വന്നിറങ്ങിയപ്പോൾ ഞാൻ മാരാരോട് സംസാരിച്ചപ്പോൾ ഇത്രേ ഉള്ളൂ, എടാ അന്ന് വന്നിറങ്ങിയപ്പോൾ നീ എയർപോർട്ടിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞു, അന്ന് നമ്മൾ സംസാരിച്ചിട്ടില്ല, ഇപ്പം നമ്മൾ സംസാരിച്ചു, സംഗതി തീർന്നു. ഇത് ഞാൻ കുറേ മുമ്പ് കൊടുത്ത ഇന്റർവ്യൂ ആണ്, അത് വരും എന്നോട് പറഞ്ഞു വെച്ചിരുന്നു. അപ്പം ഞാൻ ഓക്കെയാണ്. അത് വന്നപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. പല കാര്യങ്ങളും ഇവിടെ അങ്ങനെയാണ്. അത് ഈ വ്യൂവേഴ്സിന് മനസ്സിലാവുന്നില്ല. പലരും വീഡിയോസിലോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മെസ്സേജ് അയക്കും, ആളിയാ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് നോക്കണേ. ഞാൻ പറയും ഓക്കെ ഫൈൻ, പറഞ്ഞു, അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അത് പലരും അങ്ങനെയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ കുറേ പേര് അതേപോലെ എനിക്ക് അയച്ചിട്ടുണ്ട്, ആളിയാ ഞാൻ പറഞ്ഞിട്ടുണ്ടാ. അപ്പം ഞാൻ ബേസിക്കലി നോക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പോയി വരുമ്പോൾ ഒരുപാട് ട്രോളുകൾ വരുന്നു, ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നു. സോ ആർക്കാണെങ്കിലും, ഈവൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള സോഷ്യൽ മീഡിയയിലുള്ളവർക്കാണെങ്കിലും ക്യാഷ് ഇൻ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതായത് ചാഞ്ഞ് കിടക്കുന്ന മരം ചെരിഞ്ഞ് കഴിഞ്ഞാൽ ഓടി കയറാൻ സുഖമാണ്. ഓക്കെ, അപ്പം ആ ടൈമിൽ മാക്സിമം ഓടി കയറാന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അതിനോട് ഞാൻ ഓക്കെയാണ്, എനിക്കതൊരു വിഷയമല്ല. കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയ കുറെ കാലമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഇത് കാണുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞാനെന്താ നോക്കുന്നത്, ഇവർ ഓടി കയറുന്തോറും കയറുന്ന മരത്തിന് മുകളിൽ കൂടെയല്ലേ, മരത്തിന് ലാഭമുണ്ടല്ലോ. കാരണം ഞാൻ നോക്കുമ്പോൾ ട്രോളാണെങ്കിലും പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമ്മളെ ഫേസ് അവിടെ രജിസ്റ്റേർഡ് ആണ്, പേര് രജിസ്റ്റേർഡ്, നമ്മൾ നിലനിൽക്കുന്നുണ്ട്, നമ്മൾ പോണില്ല.